കാസർഗോഡ് വിദ്യാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാർ പരിപൂർണമായി കത്തി നശിച്ചു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കണ്ണൂരിൽ നേരത്തെ ഒരു അപകടം ഉണ്ടാവുകയും കാറിലുള്ള യാത്രക്കാർക്ക് ജീവൻ നഷ്ടമാകുന്നതുമൊക്കെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന കാർ പലവിധ കാരണങ്ങളാൽ, പുതിയ കാറാണ് കണ്ണൂരിൽ അന്ന് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ പഴക്കം ചെന്ന കാറുകളിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ്. സരംഗ് സുരേഷ് വിവരങ്ങളുമായി. സരംഗ്, ഇത് പുതിയ കാറാണോ പഴയ കാറാണോ, അത്തരം വിവരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? യാത്രക്കാർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാർ പരിപൂർണമായി കത്തിപ്പോയി, ജീവൻ നഷ്ടമായേക്കാവുന്ന ഒരു അപകടമാണ് അവിടെ ഉണ്ടായത്. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? രതീഷ്, കേവലം ഒരു മാസത്തെ മാത്രം പഴക്കമുള്ള മാരുതി എർട്ടിക കാറാണ് ഇന്ന് പുലർച്ചെ 5:45 കൂടി കാസർഗോഡ് വിദ്യാനഗറിന് സമീപം ദേശീയപാതയോരത്ത് വെച്ച് കത്തി നശിച്ചത്. വാഹനത്തിൽ നിന്ന് പെട്ടെന്ന് അസാധാരണമായി ഒരു പുക ഉയരുകയായിരുന്നു. ഇതേ തുടർന്ന് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബത്തിൽ 5 പേർ ഡോറുകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയതിന് മാത്രമാണ് വലിയൊരു അപകടം ഉണ്ടാവാതെ പോയത്. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും അടക്കമുള്ള തിരിച്ചറിയൽ രേഖകളടക്കമുള്ള പ്രധാനപ്പെട്ട വിലപ്പെട്ട രേഖകളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് കാസർഗോഡ് നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയ ശേഷമാണ് പൂർണ്ണമായും കത്തി നശിച്ച അപകടമുണ്ടായത്. ജീവൻ നഷ്ടമാകുന്ന വലിയ അപകടമാണ്. ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു എന്നതാണ് സരംഗ് സുരേഷ് നൽകുന്ന വിവരം. എന്താ